കരുവന്നൂർ ബാങ്ക് കൊള്ളക്കേസിൽ CPM നേതാക്കളെല്ലാം കോടതിയിൽ ഹാജരായിരിക്കുന്നു. ഇനി എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും എത്ര പിടിച്ചു നിൽക്കാൻ നോക്കിയാലും കോടതിയെ കബളിപ്പിക്കാനാകില്ല എന്ന് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. കരുവന്നൂരിലെ പാവങ്ങളുടെ പണം ആരാണ് അപഹരിച്ചത് എന്ന വലിയ ചോദ്യത്തിനാണ് ഉത്തരം ലഭിക്കാൻ പോകുന്നത്. കോടതിക്കെല്ലാം വളരെ വ്യക്തമായി ബോധ്യമായി കഴിഞ്ഞു. ഏകദേശം 300 കോടിയോളം രൂപ ഒരു പഞ്ചായത്തിനകത്ത് നിന്ന് തന്നെ പാവങ്ങളുടെ പണം അപഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാരും അറിയാത്തതാണ് എന്ന് വിശ്വസിക്കാൻ കോടതി അത്ര മണ്ടന്മാരൊന്നുമല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെ തന്നെ കോടതി പൊക്കിക്കഴിഞ്ഞു. ഭരണത്തിൻ്റെ തണലിൽ എത്രയോ കാലം ഇതെല്ലാം ഒളിപ്പിച്ചു വച്ചും ന്യായങ്ങൾ പറഞ്ഞും മുന്നോട്ട് പോയി എങ്കിലും ഇപ്പോൾ തെളിവുകളെല്ലാം പോലീസും അതുപോലെ അന്വേഷണ ഏജൻസികളെല്ലാം പുറത്തുവിടാൻ തുടങ്ങിയിരിക്കുന്നു. അത് കോടതിക്ക് വിധി പറയാൻ എളുപ്പമായി മാറി എന്നുള്ളതാണ് അർത്ഥം. ഇനി എത്ര ന്യായീകരണം നടത്തിയാലും കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിലെ ED കേസിൽ CPM നേതാക്കൾ കോടതിയിൽ ഹാജരായി എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള പോക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം അല്പം അപകടകരം തന്നെയാണ്. മുൻ ജില്ലാ സെക്രട്ടറിമാരായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കളാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ CPM എന്ന പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഹാജരായേ മതിയാകൂ. വിചാരണയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പ്രതികൾ ഹാജരാകുന്നത്. ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പൊറത്തുശ്ശേരി സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, അതുപോലെ വടക്കാഞ്ചേരി കൗൺസിലർമാരായിരുന്ന അരവിന്ദാക്ഷൻ, മധു അമ്പലപുരം ഉൾപ്പെടെ അനുബന്ധ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട 28 പ്രതികളും ഹാജരാകണം. 55 പ്രതികൾക്കെതിരെ നേരത്തെ തന്നെ നടപടികൾ തുടങ്ങിയതും നമ്മൾ കണ്ടു. അങ്ങനെ മൊത്തം 83 പ്രതികളാണ് ഈ വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും ഇത് അപഹരിച്ചെടുത്തതും എന്നുള്ളത് വ്യക്തമാണ്. കരുവന്നൂർ ബാങ്കിൽ 2012-13 കാലഘട്ടത്ത് CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ കോടികളുടെ വായ്പാ ക്രമക്കേട് അത് വ്യക്തമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിനുശേഷം ഭരണസ്വാധീനം ഉപയോഗിച്ച് കേന്ദ്രത്തിൽ തന്നെ പിടിപാട് നടത്തി വലിയ തരത്തിൽ അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്തത് ഇപ്പോൾ ജീവൻ വച്ചിരിക്കുന്നു. അന്വേഷണ സംഘം കാര്യക്ഷമമായതോടെ തന്നെ ഇപ്പോൾ കോടതിക്കും കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. നമുക്കറിയാം AC മൊയ്തീൻ MLA എന്ന് പറയുന്ന കുന്നംകുളം MLA ആണ് ഇതിലേറ്റവും പ്രധാനമായും ഉള്ളത്. MLA കൂടുതൽ കുരുക്കാകുന്നതോടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയേറുകയാണ്. നമുക്കറിയാം ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന കരുവന്നൂർ എന്ന സ്ഥലത്ത് നടന്ന തട്ടിപ്പുകളുടെ മുഖ്യ സൂത്രധാരൻ AC മൊയ്തീൻ MLA എന്നുള്ളത് ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അത് പലതവണ പല വാർത്തകളിലായി പുറത്തു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് തന്നെയുള്ളവർ വിശ്വസ്തർ തന്നെ ഇതിൽ പ്രതികളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തട്ടിച്ചെടുത്ത വലിയ തരത്തിലുള്ള കള്ളപ്പണം എവിടെ ഒളിപ്പിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു MLA ഇന്ന് ഹാജരായിരിക്കുകയാണ്. നമുക്കറിയാം 2 വർഷത്തിലേറെ ഒരു ജനപ്രതിനിധി ശിക്ഷിക്കപ്പെട്ടാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണം. അതിനും സാധ്യതയേറെയുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. അങ്ങനെ കരുവന്നൂർ എന്ന ബാങ്കിലെ ഏറ്റവും വലിയൊരു കൊള്ള കേരളത്തെ തന്നെ ഞെട്ടിച്ചത് ഇപ്പോൾ കോടതി കയറുകയാണ്. ഇതിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ ഏറെ സാധ്യതയും ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.